മക്കളെ, ഇന്ന് നമുക്ക് ഹിന്ദി 10ാം ക്ലാസ്സിലെ ഹിന്ദി ആനുവൽ എക്സാം മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഏകദേശം ഒരു 17 ക്വസ്റ്റ്യനോളം നമ്മൾ ഈ ഹിന്ദി വിന്നർ എന്ന ചാനലിൽ നോക്കുന്നുണ്ട്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നന്നായി തന്നെ ക്ലാസ് കണ്ട് പഠിക്കുക. ഫുൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഫുൾ മാർക്ക് കരസ്ഥമാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദില്ലി മേ ഉനീന്ദെ എന്ന സംസ്മരണത്തിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. ആപ്കാ മത്ലബ് ആപ്പ് ഈസ് 3 ഫീറ്റ് ലംബി പിച്ചലി സീറ്റ് പർ സോത്തെ ഹെ എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ഓട്ടോ വാല രാജാറാം കഹാം സോത്താ ഹെ എന്നാണ് ചോദ്യം. ഓട്ടോ ഡ്രൈവറായ രാജാറാം എവിടെയാണ് ഉറങ്ങുന്നത്? എവിടെയാണ്? ഓട്ടോമേലെ. എവിടെയാണ്? ഓട്ടോയിലാണ് ഉറങ്ങുന്നത്. ഇസ് പ്രസംഗ കെ ആധാർ പർ ഓട്ടോ വാല ഓർ ലേഖിക കെ ബീച്ച് കി ബാത്ചീത് ലിഖിയും എന്നാണ് ചോദ്യം. അതിൻ്റെയൊക്കെ ആൻസർ എഴുതിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓടിച്ചു നോക്കാം. അതിനുശേഷം എല്ലാ ആൻസറും നിങ്ങൾക്ക് എഴുതിയത് കാണിച്ചു തരാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്? ബാത്ചീത് എഴുതാനാണ്. അടുത്തത് ലഘുകഥയിലെ ഗിഡ്കി എന്ന ലഘുകഥയിലെ ഭാഗം വായിച്ചതിന് ശേഷം യുവതീനെ പത്നിക്കോ ക്യോം ഇസരാർ കിയ, യുവതി എന്തിനാണ് ഭാര്യയെ നിർബന്ധിച്ചത്? ഷാഡ് വാങ്ങാൻ വേണ്ടി നിർബന്ധിച്ചല്ലോ. അതെന്തിനു വേണ്ടിയാണ്? നിർബന്ധിക്കാനുണ്ടായ കാരണം എന്താണ്? എന്തുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ചു എന്നാണ് ചോദ്യം. പിന്നെ അതിൽ നിന്നും പടുക്കഥ എഴുതാനാണ്. ലഘുകഥയുടെ ആ ഭാഗം വായിച്ചതിന് ശേഷം പടുക്കഥ എഴുതുക. പിന്നീട് വന്നിരിക്കുന്നത് റെയിൻ ബസേരെ എന്ന യാത്രാവൃത്തിൽ നിന്നാണ്. വാക്യവിസ്താറാണ് തന്നിരിക്കുന്നത്. വാക്യവിസ്താർ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കാണണം. നിമ്നലിഖിത വഹ് ഹം, ഇതിൽ വഹ് ഹം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്നാണ്. നിമ്നലിഖിത വാക്യസെ രേഖാങ്കിത സർവനാം വഹ് ഓർ ഹം കിൻ കിൻ കി ഓർ സങ്കേത് ദേത്തെ ഹെ എന്നാണ് ചോദ്യം. വഹ് ഹമേ പീട്ട് ബി സക്ത, അതിലുള്ള വഹ് ആരാണ്? ഹം ആരാണ് എന്നാണ് ചോദ്യം. അയാൾ ഞങ്ങളെ അടിക്കുമായിരുന്നു. വഹ് ആരാണ്? ആ പ്രാന്തനായ വ്യക്തിയാണല്ലേ. പാഗൽ ആത്മിയാണ്. ഹം എന്ന് പറയുന്നത്, ഞങ്ങൾ എന്ന് പറയുന്നത് ലേഖകനും ചോട്ടുവുമാണ്. ഇനി വൈറ്റ് ക്യാപ്പാണ്. വൈറ്റ് ക്യാപ്പ് ചോദിച്ചിരിക്കുന്നത് पहली टीम के कैप्टन केशव को क्या वादा दिया? പഹലിയ ടീമിലെ ക്യാപ്റ്റൻ കേശവന് എന്താണ് വാഗ്ദാനം ചെയ്തത്? വൈറ്റ് ക്യാപ്പ് ഖരീദേനേക്ക, അതല്ല. अपनी टीम के कैप्टन बनाने का അല്ല. अपने साथ स्कूल ले जाने का, अपनी टीम में खेलने का അല്ലേ. ഒന്നാമത്തെ തന്നെ ആൻസറാണ് ശരിയായിട്ടുള്ളത്. अपनी टीम में खेलने का. ഇനി കോളനിക്ക് ലടുക്കോനെ കേശവക്കോ കൈസെ വിദാതി, കോളനിയിലെ ആ ആൺകുട്ടികൾ കേശവന് വിട നൽകിയത് എങ്ങനെയായിരുന്നു? വളരെയധികം സ്നേഹത്തോടെ അല്ലെ. കേശവന്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവന് സ്നേഹത്തോടെയാണ് അവര് വിട നൽകിയത്. ആൻസർ എഴുതിയിട്ടുണ്ട്, കാണിക്കാം. കേശവനെ അപ്പനെ ഗർ പഹുഞ്ചക്കർ ആജിക്ക അനുഭവം. പിന്നെ കേശവന്റെ ഡയറി എഴുതാനാണ്. കേശവൻ തന്റെ വീട്ടിലെത്തിയതിനു ശേഷം അന്നത്തെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഡയറി എഴുതുന്നു. 4 മാർക്കാണ്. ഈ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് വാരി വലിച്ചെഴുതേണ്ട ഒരു കാര്യവും വരുന്നില്ല. 2 സെന്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏകദേശം ഒരു 10 സെന്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് സമയം നിങ്ങൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാനുള്ള ടൈം ഉണ്ടായിരിക്കുകയില്ല. പല കുട്ടികളും പറയാറുണ്ടല്ലോ, ടൈം കിട്ടിയില്ല. എന്താണ് കാരണം? ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ടൈം കിട്ടാത്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം മിതമായ രീതിയിൽ ഉത്തരം എഴുതിയതിനു ശേഷം തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിരിക്കാതെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാത്തിനും ആൻസർ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ ഈ 4 മാർക്കിൻ്റെ എഴുതി, 4 മാർക്കിന് നിങ്ങൾ കുറേ സമയം ചിലവഴിച്ച് എഴുതി, എത്ര എഴുതിയാലും നിങ്ങൾക്ക് അതിന് 4 മാർക്കാണ് കിട്ടുക അല്ലേ. ഒരുപാട് എഴുതിയിട്ടുണ്ടല്ലോ, 8 മാർക്ക് കൊടുക്കട്ടെ എന്ന് വിചാരിക്കുമോ? ഇല്ല, 4 മാർക്ക് തന്നെയാണ് അതിന് കിട്ടുള്ളൂ കൃത്യമായിട്ട് എഴുതിയാൽ. ഇല്ലെങ്കിൽ 3, 3.5. അതേസമയം നിങ്ങൾ അത് കുറച്ച് എഴുതി, അത് കുറച്ചേന്നല്ല, നിങ്ങളത് കൃത്യമായിട്ട് എഴുതി. പിന്നെ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരം എഴുതി. അപ്പോൾ അത് ഏകദേശം എഴുതിയാലും നിങ്ങൾക്ക് അതിന് ഒരു മാർക്ക് കിട്ടും. ഒരു പകുതിയൊക്കെ ശരിയാക്കി എഴുതിയ 1 മാർക്ക് കിട്ടും. അങ്ങനെ നിങ്ങളൊരു 10 ക്വസ്റ്റ്യൻ പകുതി ശരിയാക്കി എഴുതിയാൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയില്ലേ. ആ 10 ക്വസ്റ്റ്യൻ എഴുതുന്ന സമയം നിങ്ങൾ ഈ 4 മാർക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് നഷ്ടമായി. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി गैलीलियो ने कैसे नए विज्ञान की खोज की?
അതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ആൻസറിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ആൻസറിലും ഈ ക്വസ്റ്റ്യനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ഓട്ടോ വാല രാജാറാം കഹാം സോത്താ ഹെ. എവിടെയാണ്? ഓട്ടോ മേ. ലഘുകഥാക്ക് ആധാർ പർ ഓട്ടോ വാല ലേഖിക, രണ്ടുപേരും തമ്മിലുള്ള ബാച്ചിത്തായിരുന്നു പറഞ്ഞത്. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ബാച്ചിത്ത് നോക്കാം. ലേഖിക, ആപ്പ് ദില്ലി കബ് ആയേതേ? രാജാറാം, 1979. താങ്കൾ എപ്പോഴാണ് ദില്ലിയിൽ വന്നത് എന്നാണ് ചോദ്യം. 1979. ആപ്കാ ഗർ കഹാ ഹെ? നിങ്ങളുടെ വീട് എവിടെയാണ്? ഈ ഓട്ടോ ഹി മേരാ ഗർ ഹെ. ഈ ഓട്ടോറിക്ഷ തന്നെയാണ് എൻ്റെ വീട്. ആപ്പ് കഹാ സോത്തെ ഹെ? നിങ്ങൾ എവിടെയാണ് ഉറങ്ങുന്നത്? ഓട്ടോയ്ക്ക് പിച്ചലി സീറ്റ് പർ. ഓട്ടോയുടെ പിൻ സീറ്റിൽ. ആപ്കി ചീസേ? നിങ്ങളുടെ സാധനങ്ങൾ. ഓട്ടോക്കെ നീച്ചേക്കെ ബക്സേമേ. ആ താഴെയുള്ള പെട്ടിയിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ആപ്പ് ഗാന കഹാ ഗാത്തെ? താങ്കൾ എവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? കിസി ബി ടാബേമേ. ഏതെങ്കിലും ഒരു ടാബയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ബാത്റൂം കേലിയെ, ബാത്റൂം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പബ്ലിക് ശൗചാലയം ഉപയോഗിക്കും എന്ന് പറയാണ്. അപ്പോൾ കഹാ നഹാത്തെ ഹെ? നിങ്ങൾ എവിടെയാണ് കുളിക്കുന്നത്? സടക്ക് കെ കിനാരെ കിസി ബി നൽ പർ. റോഡിൻ്റെ സൈഡിലുള്ള ഏതെങ്കിലും ഒരു പൈപ്പിലാണ് കുളിക്കുന്നത്. അച്ഛാ മേരി ഗർ ആകയ. ഓട്ടോ രുക്കിയേ. ശരി, എൻ്റെ വീടെത്തി. ഓട്ടോ നിർത്തിയാലും. ടീക്ക് ഹെ മാഡം. ടീക്ക് ഹെ മാഡം എന്ന് പറഞ്ഞിട്ട് ഓട്ടോ നിർത്തുന്നു. അതാണ് അവർ തമ്മിലുള്ള സംഭാഷണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സംഭാഷണം ലഘുകഥയിലെ അടിസ്ഥാനമാക്കി ലേഖികയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോക്കാരനായിട്ടുള്ള രാജാറാമും തമ്മിലുള്ള സംഭാഷണമാണിത്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണ്. എല്ലാവരും പഠിച്ചു വെക്കുക. ഇനി അടുത്തത് ലഘുകഥയ്ക്ക് ഈ പ്രസംഗം പടുക്കഥയാണ്. ഇതേ സന്ദർഭം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പടുക്കഥ എഴുതാനാണ് പറഞ്ഞത്. പടുക്കഥയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നതാണ്. പടുക്കഥയുടെ ഫോർമാറ്റ് എഴുതിയാൽ 2 മാർക്കാണ്. ഓക്കെ, പിന്നെ ബാക്കി സംവാദം എഴുതുന്നതിന് 2 മാർക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സംവാദം ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. 2 മാർക്കിൻ്റെ സംവാദം എഴുതിയാൽ മതി. മനസ്സിലായോ? 2 മാർക്കിൻ്റെ സംവാദം പറഞ്ഞാൽ ഒരു 4-5 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കും. സംവാദം എന്ന് എഴുതിയിട്ട് ഇവിടെ വാർത്താലാപം എഴുതല്ലോ, അത് 2, 4, ഒരു 6 എഴുതിയാൽ തന്നെ ധാരാളം. അങ്ങനെ 2, 4, 6 ഇത്ര എഴുതാൽ തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിച്ചിരിക്കും. ഒരുപാട് വാർത്താലാപം ഉണ്ടാക്കി അവിടെ വാരി വലിച്ച് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക്. പടുക്കഥയുടെ ഫോർമാറ്റ് എഴുതുന്നതിന് 2 മാർക്കാണ്. ബാക്കി 2 മാർക്കാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അങ്ങനെയാണ് നിങ്ങൾക്ക് ടോട്ടൽ 4 മാർക്ക് വരുന്നത് പടുക്കഥയ്ക്ക്. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് എഴുതാതിരുന്നാൽ നിങ്ങളിവിടെ സംവാദം എത്രമാത്രം വാരി വലിച്ച് എഴുതിയാലും 2 മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഈ 4 മാർക്കിലുള്ള 2 മാർക്ക് ഇതിൻ്റെ ഫോർമാറ്റിനുള്ളതാണ്. അത് ഫോർമാറ്റ് എഴുതിയാൽ മാത്രമേ തരികയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫോർമാറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ 2 മാർക്ക് തരികയില്ല. ബാക്കി സംവാദം എഴുതിയതിനാണെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്കിന് എഴുതിയാലും 1 മാർക്കേ തരികയുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ ഫോർമാറ്റ് എഴുതിയിട്ടില്ല. അപ്പോൾ കത്തായാലും ഡയറി ആയാലും പടുക്കഥയായാലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം അതിൻ്റെ ഫോർമാറ്റാണ്. അത് നിർബന്ധമാണ്. പല കുട്ടികളും ഫോർമാറ്റല്ലേ, അതത്ര വലിയ പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് അത് പഠിക്കൂല. പക്ഷേ അത് പഠിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ആ 4 മാർക്കും പോയി എന്ന് തന്നെ വിചാരിച്ചാൽ മതി. ഫോർമാറ്റ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ആ 4 മാർക്കും വാങ്ങാൻ പറ്റുള്ളൂ. ഫോർമാറ്റ് പഠിച്ചൊന്ന് എഴുതി നോക്കുക. മോഡൽ എക്സാമിന് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന് 4 മാർക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, ആ 2 മാർക്കും പിന്നെ നിങ്ങൾ എഴുതിയതും കൂടെ കൂടിയിട്ട് 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഒരു 3-3.5 ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഏകദേശം എഴുതിയാൽ, കൃത്യമായിട്ട് എഴുതിയാൽ 4 മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ സംവാദ്, അതായത് നിങ്ങൾക്കറിയാം അതിൻ്റെ ഫോർമാറ്റ്. സ്ഥലം എഴുതണം. ഇവിടെ റെയിൽ ഗാഡി ജനറൽ കോച്ചാണ്. സമയം എഴുതണം. പിന്നെ അതിൽ ആരൊക്കെ കഥാപാത്രങ്ങളാണ് ഉള്ളതെന്നും അവരുടെ വേഷഭൂഷ എന്താണെന്നും അവരുടെ പ്രായം എത്രയാണെന്നും എഴുതണം. സങ്കല്പിച്ചെഴുതുക. ഓക്കെ, എല്ലാവരും ഏതെങ്കിലും സങ്കല്പിച്ച്, അതായത് ഭർത്താവിന് എത്ര പ്രായമുണ്ട്, ഭാര്യയ്ക്ക് എത്ര പ്രായമുണ്ട്, കുട്ടികൾക്ക്, ആ സാധനം വിൽക്കാൻ വന്ന യുവതിക്ക് ഏകദേശ വയസ്സ് നിങ്ങൾ സങ്കല്പിച്ചെഴുതുക. പല കുട്ടികളും എഴുതുന്നത് പല പ്രായമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് തെറ്റൊന്നും ഉണ്ടാവില്ല. ഏത് പ്രായം എഴുതിയാലും നിങ്ങൾക്ക് ശരി കിട്ടും. ഏകദേശം ഊഹിച്ച് പ്രായം എഴുതണം കേട്ടോ. ഊഹിച്ചിട്ട് ഏകദേശം ഇത്ര പ്രായം ഉണ്ടായിരിക്കും എന്ന് ഏകദേശം ഊഹിച്ച് പ്രായം എഴുതുക. പിന്നെ അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, മുതിർന്നവരായതുകൊണ്ട് തന്നെ സാരി എന്ന് എഴുതുക. പിന്നെ നമ്മൾ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് യുവതിയല്ല, ആ ലേഖകൻ്റെ പത്നി ചുരിദാർ ധരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ചുരിദാർ എന്ന് എഴുതുക.
പത്ലൂൻ എന്ന് പറഞ്ഞ പാൻ്റാണ്, ലേഖകൻ പാൻ്റാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പത്ലൂൻ കുർത്ത എന്ന് എഴുതുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ എഴുതി പഠിച്ച കാര്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം എഴുതി പഠിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി സ്പീഡാക്കിയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കാം, ഇതിൽ സംവാദമാണ് ഇനി വരുന്നത്. സന്ദർഭം എഴുതാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. സന്ദർഭം, ദൃശ്യക്ക വിവരൺ, സന്ദർഭം എഴുതണം, തീർച്ചയായിട്ടും എഴുതണം. ഡിബ്ബെ മേ ഷാൾ ബേച്ചിന് വലിയൊക്കെ യുവതി ആത്തി ഹെ, അതായത് സന്ദർഭം എന്ന് പറയുന്നത് ആ ഡിബ്ബയിലേക്ക്, ആ കമ്പാർട്ട്മെന്റിലേക്ക് ഷാൾ വിൽപ്പനക്കാരിയായിട്ടുള്ള ഒരു യുവതി വരുന്നു. ഓർ പത്നി ഉസ് യുവതിക്ക് സാത്ത് തോൽമൂൽ കർത്തി ഹെ, പത്നി ആ യുവതിയുമായിട്ട് എന്താ പറയുക, വില പേശുന്നു. യുവതി ഷാൾ വിൽക്കാൻ വേണ്ടി വന്നതാണല്ലേ, അപ്പോൾ യുവതിയുമായിട്ട് എന്ത് ചെയ്യാണ്, പത്നി വില പേശുകയാണ്, സാധനത്തിന് വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് അവിടെ നടക്കുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലുള്ള വാർത്താലാപമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മനസ്സിലായല്ലോ. യുവതി ദീദി ജമ്മു കി ഷാൾ ലേലോ ബഹുത്ത് ബടിയ ഹായ്, ഇത് നമ്മൾ പല പ്രാവശ്യം എഴുതി പഠിച്ച വാർത്താലാപം തന്നെയാണ്. ആ വാർത്താലാപിൻ്റെ അതേ വാർത്താലാപം തന്നെയാണ് നമ്മൾ പടുക്കഥ ചോദിച്ചാലും എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ. അപ്പം എന്താണ്, യുവതി പറയാണ് ദീദി ജമ്മു കാശ്മീരിലെ ഷാളാണ്, വളരെ മുന്തിയ ഷാളാണ്, വാങ്ങിയാലും എന്ന് പറയാണ്. അപ്പം പത്നി ചോദിക്കുന്നു കിത്തനെ കി ഹേ, എത്രയാണ് വില എന്ന് ചോദിക്കുകയാണ്. അപ്പം എന്താ പറയുന്നത്, 250 അല്ലേ, 250 എന്ന് പറയും. ആശ്ചര്യത്തോടു കൂടി പറയാണ് ഇത്രയും വില കൂടിയതാണോ എന്ന് ചോദിക്കുകയാണ്. ജ്യാദാ പീസ്, അപ്പം പറയാണ് കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തരാമെന്ന് പറയും. അപ്പോൾ ചോദിക്കുകയാണ് എനിക്ക് കട തുറക്കാനാണോ എന്ന് ചോദിക്കും അല്ലേ. മുझे दुकान खोलनी है क्या, जी आपको कितनी चाहिए, നിങ്ങൾക്ക് എത്ര വേണം, അച്ഛാ 5 പീസ് ലൂ തോ കിത്തനെ കെ ദോഗി, ഞാനൊരു 5 പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയ്ക്ക് തരും, 200 രൂപയെ പെർ പീസ്, അപ്പോൾ 200 രൂപയ്ക്ക് തരാമെന്ന് പറയുകയാണ്. അപ്പോൾ എന്താ ഭാര്യ പറയുന്നത്, വേണ്ട വേണ്ട, അത് 100 രൂപയ്ക്കാണെങ്കിൽ എടുത്തോളാം എന്നുള്ള രീതിയിലാണ് ഭാര്യ പറയണേ അല്ലേ. അപ്പോൾ യുവതി രോനെ ജയ്സെ, കരയാനായിക്കൊണ്ട് യുവതി പറയാണ് ദീദി സൗത്തോ ബഹുത്ത് കം ഹേ, ദീദി 100 വളരെ കുറവല്ലേ എന്ന് ചോദിക്കുകയാണ്. ചൽ നാ തേരി ഇന്ന മേരി 150 പെർ പീസ്, ശരി എന്നാൽ നിനക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, 2 പേർക്കും അത്ര എന്താണ് പറയുക, 2 പേർക്കും പ്രശ്നമില്ലാത്ത രീതിയിലുള്ളൊരു വില ഉറപ്പിക്കാന്ന് പറയാണ്. എത്ര രൂപയാണ്, 150 രൂപ. അപ്പൊ യുവതി കുറച്ച് ചിന്തിച്ചുകൊണ്ട് പറയാണ് അച്ഛാ ദീദി, ശരി ചേച്ചി, ടീക്കിയയിലെ ലോ രംഗ് ബസന്ത് കർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം തിരഞ്ഞെടുത്തോളൂ എന്ന് പറയാണ് അല്ലേ യുവതി. അപ്പം എന്താണ്, മേനെ 5 പീസ് ലിയാ ഹേ, ശരി ഞാൻ 5 പീസ് എടുത്തിട്ടുണ്ട്, 750 രൂപ കൊടുക്കുകയാണ്. ധന്യവാദം എന്നാരും പറയുന്നു, യുവതി പറയുന്നു. അങ്ങനെ നമ്മുടെ സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. യുവതി ഷാളോ കി ഗട്ടറിലേക്കർ വാസേ ചലി ജാതി, യുവതി ഷാളിൻ്റെ കെട്ടുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ വാക്യവിസ്താർ കരീം, വാക്യവിസ്താർ എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വാക്യവിസ്താർ സെൻറ്റൻസിനെ വികസിപ്പിച്ച് എഴുതി വരും അല്ലേ. पागल ने परेशान किया, पागल ने हमें परेशान किया, मंदिर में पागल ने हमें परेशान किया, रात को मंदिर में पागल ने हमें परेशान किया. പിന്നെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അതിലുള്ള വഹ ആരാണ്, ഹം ആരാണ് എന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ വഹ ആരാണ്, പാഗൽ ആത്മീയാണ്, ലേഖകനും ചോട്ടുവുമാണ് ഹം എന്ന് നമ്മൾ അന്നേരം ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് പറഞ്ഞതാണ്. അതാണ് ആ ആൻസറാണ് ഇത് കേട്ടോ. പഹലി ടീമിക്ക് ക്യാപ്റ്റനെ കേശവ് കോ ക്യാ വാദാ ദിയ, ഫസ്റ്റിലെ ടീമിലെ ക്യാപ്റ്റൻ കേശവന് എന്ത് വാഗ്ദാനമാണ് നൽകിയത്, അപ്പനെ ടീമെങ്കിലിനെ ഞങ്ങൾ അവരുടെ സ്വന്തം ടീമിൽ കളിക്കാനുള്ള വാഗ്ദാനമാണ് നൽകിയത് അല്ലേ. കോളനിക്ക് ലഡുക്കോനെ കേശവ് കോ കൈസേ വിദാ ദിയ, കോളനിയിലെ ആൺകുട്ടികൾ കേശവന് എങ്ങനെയാണ് വിട നൽകിയത്. ലഡുക്കോനെ അപ്പനി ഗലത്തി കാ ആസാസ് ഹോനെ പർ പ്യാർ ഓർ സഹാനുഭൂതി ദിഖാത്തെ ഹുയെ കേശവ് കോ വിദാ ദിയ, അങ്ങനെ ആൺകുട്ടികൾ അവർക്ക് പറ്റിയുള്ള തെറ്റ് മനസ്സിലാക്കി, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേശവനെ വളരെയധികം സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയും കൂടിയാണ് കേശവനോട് വിട നൽകിയത്. വളരെയധികം സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടിയിട്ട് കേശവന് അവർ വിദാദിയ, അതവിടെ വിദാദിയ എന്നിട്ടോ വിട നൽകി. 2 മാർക്കിന് ഇത്രയും എഴുതിയാൽ മതി കേട്ടോ. 2 മാർക്കിന് 2 സെൻറ്റൻസ് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ 2 മാർക്ക് കിട്ടും. നല്ല എന്താ പറയുക, അതിൽ ഏകദേശം എല്ലാ ഒരു ഉത്തരം പൂർണ്ണമായിട്ടും ഉത്തരം വരുന്ന രീതിക്ക് ഒരു 2 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തത് കേശവനെ അപ്പനെ ഗർ പഹോഞ്ച് കർ ആജിക്ക് അനുഭവങ്ങൾക്ക് ഡയറിമേ ലിഖ, കേശവൻ തൻ്റെ വീട്ടിലെത്തിയിട്ട് അന്നത്തെ അനുഭവങ്ങൾ എന്ത് ചെയ്യാണ്, ഡയറിയിൽ എഴുതാണ്. ആ ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. താരീഖ് എഴുതണം, അതായത് ദിനാങ്ക് എഴുതണം, ദിവസവും ഡേറ്റും എഴുതണം, 2 എഴുതണം.
ദിൻ ദിനാങ്ക് ദിവസം എഴുതണം. ഏത് ദിവസമാണ്? രവിവാർ, സോമവാർ, ഏതെങ്കിലും ഒരു ദിവസം എഴുതുക. പിന്നെ ദിനാങ്ക് എഴുതുമ്പോൾ 20/12 പിന്നെ 1998 എന്നോ അല്ലെങ്കിൽ 2000 എന്നോ 2026 എന്നോ അങ്ങനെ എഴുതാം. മനസ്സിലായല്ലോ? ആജ് ശാം കോ മേ അപ്പനെ ഗാവ് ലൗട്ടായ. ഇന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഹാത്ത് പയർ കാ ദർദ് അബ് ടീക്ക് ഹോ രഹാ ഹേ. കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ വേദന ഇപ്പോൾ ശരിയായി വരുന്നു. ലേക്കിൻ ഷഹർ കെ ദോസ്തോം സെ ബിഛുഡ്നെ കാ ദർദ് ബഡ് രഹാ ഹേ. പക്ഷേ എൻ്റെ പട്ടണത്തിലുള്ള ഫ്രണ്ട്സിനെ വിട്ടുപോകുന്നതിൻ്റെ വേദന വർദ്ധിക്കുന്നുണ്ട്. അസ്പതാൽ സെ നികൽക്കർ ഓട്ടോ സെ ഹം സീതേ ഡേരെ ഗയെ. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ നേരെ ആ കൂടാരത്തിലേക്ക്, അവരവിടെ പാർത്തിരുന്ന കൂടാരമുണ്ട്, ഡേരെ ഗയെ, ആ ഡേരയിലേക്ക് പോയി. മാ ബാപ്പ് ഡേരയ്ക്ക് അന്തർ ചലെ. അമ്മയും അച്ഛനും ആ കുടിലിനുള്ളിലേക്ക് പോയി. മേ ഓട്ടോ മേ ഹി ബൈട്ട. ഞാൻ ഓട്ടോറിക്ഷയിൽ തന്നെ ഇരുന്നു. മേം ഓട്ടോ മേം ഹി. ഞാൻ ഓട്ടോയിൽ തന്നെ ഇരുന്നു. ബൈട്ട. ദക്കാൻ കെ കാരണം മുझे നീന്ത് ആ രഹി. ക്ഷീണം കാരണം എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അചാനക് ക്രിക്കറ്റ് ഖിലാഡിയോ കി ആവാസ് സുൻകർ മേ ചൗങ്ക് ഗയ. പെട്ടെന്ന് ക്രിക്കറ്റ് കളിക്കാരുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉൻകി പ്യാരി 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 ബാത്തോം നെ മേരി ദക്കാൻ ദൂർ കർദി. അവരുടെ സ്നേഹനിർഭരമായ വാക്കുകൾ എൻ്റെ ക്ഷീണം അകറ്റി. ഉനോനെ ബല്ല സ്റ്റംപ് ബോൾ ഓർ ഷീൽഡ് മുझे ഉപഹാർ മേ ദിയെ. അവരെനിക്ക് ബോളും ബാറ്റും അതുപോലെ തന്നെ ഷീൽഡും എല്ലാം എനിക്ക് ഉപഹാരമായിട്ട് നൽകി. സബ് ഏക്ക് സപ്പന ജയ്സ ലഗ. എനിക്കെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി. വൈറ്റ് ക്യാപ്പ് മിലിത്തോ മേ ബഹുത്ത് ഖുഷ് ഹുവ. വൈറ്റ് ക്യാപ്പ് ലഭിച്ചപ്പോൾ ഞാൻ വളരെയധികം സന്തോഷവാനായി. വേ കിത്തനെ അച്ഛേ ദോസ്ത്. അവർ എന്തൊരു നല്ല ഫ്രണ്ട്സാണ്. വേ മുझे ഗേൽ മേ ഷാമിൽ കരേങ്കി. അവർ എന്നെ കളിയിൽ കൂട്ടും. സ്വാസ്ഥ്യ ഹോനെ കെ ബാദ് മേം ഉസ് ഷഹർ വാപ്പസ് ജാവുങ്ക. എനിക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയതിന് ശേഷം ഞാൻ ആ പട്ടണത്തിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യുക? അതോടെ നമ്മൾ ഡയറിയാണ് എഴുതിയത്. തിരിച്ചു പോകും. അവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡയറി അവസാനിപ്പിച്ചു. കച്ചാ ദിൻകി ഉമ്മീദ് എന്ന് വേണമെങ്കിൽ എഴുതായിരുന്നു. നല്ല ദിവസത്തിൻ്റെ വിശ്വാസത്തോടെ, നാളെ ഒരു നല്ല ദിവസമായിരിക്കുമെന്ന വിശ്വാസത്തോടെ. ഇനി കത്താണ്. സ്ഥാൻ താരീഖ് എഴുതണം കത്തിന്. കത്തിൻ്റെ ഫോർമാറ്റ് ഡയറിയുടെ അതുപോലെ തന്നെ പടുക്കഥയുടെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. സ്ഥാൻ താരീഖ് എഴുതുക. പിന്നെ പ്രിയ മിത്ര കേശവ് നമസ്കാർ. തും കൈസേ ഹോ ഗുഷ് ഹേന. പിന്നെ എന്താണ് പറയണത്? നിനക്ക് എങ്ങനെയുണ്ട്? നീ സുഖം തന്നെയല്ലേ? ഹാത്ത് പയർ കാ ദർദ് അബ് കൈസാ ലഗ് രഹാ ഹേ. കൈയുടെയും കാലിൻ്റെയൊക്കെ വേദന ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ കൂട്ടുകാർ കത്തെഴുതി ചോദിക്കുകയാണ്. തുമ്മേ അപ്പനെ ഗാവ് വാപ്പസ് ഗയെ ഏക്ക് ഹഫ്ത ബീത്ത് ഗയ. നിങ്ങൾ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. തുമാരി ഇസ് ഹാലത്ത് പർ ഹമേ ബഹുത്ത് ദുഃഖ് ഹേ. നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾ വളരെ ദുഃഖിതരാണ്. ഹമേ യാദ് ഹേ ഹമേശ. ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. ഇവിടെ അങ്ങനെ വെച്ചത് ഇവിടെ സ്പേസ് വിട്ടോടത്ത് നിങ്ങളിതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒറ്റ പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. ഹമേശ തും ഹമാരി മദത് കർത്തേതേ. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, നീ എപ്പോഴും ഞങ്ങളെ സഹായിക്കാറുണ്ടായിരുന്നു. ഫിർ ബി ഹം തുമാരാ മസാഖ് ഉഡാത്തേതേ. എന്നിട്ടും ഞങ്ങൾ നിന്നെ എപ്പോഴും പരിഹസിക്കുകയാണ് ചെയ്യാറ്, നിന്നെ കളിയാക്കുകയാണ് ചെയ്യാറ്. തബ് തും മുസ്കരാത്തെ രേത്തതേ. അപ്പോഴൊക്കെ നീ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. കേശവ് ഇൻ സബ് ഗലത്തിയോ കേലിയെ ഹമേ മാഫ് കർ ദേദോ. ഈ എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾക്ക് മാപ്പ് നൽകിയാലും. സ്വസ്ഥ ഹോത്തേ ഹി തും യഹാ ഫിർ ആവോ. നീ ആരോഗ്യം വീണ്ടെടുത്താൽ ഇവിടേക്ക് വരണം, വീണ്ടും വരണം. ഹം ഏക്ക് സാത്ത് കേലെ. നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഹം സബ് തുമാര ഇന്തസാർ കർ രഹേ. ഞങ്ങൾ എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തുമാരെ മാം ബാപ്പ് സേ ഹമാര പ്രണാം കഹ്ന. നിന്റെ അച്ഛനോടും അമ്മയോടും ഞങ്ങളുടെ പ്രണാമം അറിയിക്കണം. ജൽദി ഹി മിൽനേക്ക് പ്രതീക്ഷ കർത്തേ ഹുയേ. പെട്ടെന്ന് തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാര അപ്പനാ ദോസ്ത്. നിന്റെ സ്വന്തം മിത്രം. ഹസ്താക്ഷർ നാം. സേവാമേം നാം പദ. ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണാതെ പഠിക്കണം. അതുപോലെ തന്നെ സ്ഥാൻ താരിഖ്, പ്രിയമിത്ര, നമസ്കാർ എന്നുള്ള ഈ ഭാഗം ഇത്രയും എഴുതി 4 എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്കാണ്. ഓക്കെ.
ഈ 4 ഈ ഫസ്റ്റിലെ സെൻറ്റൻസ് തും കൈസേ ഹോ എന്ന് തുടങ്ങണ ഈ സെൻറ്റൻസ് ഏത് കത്തിന് നമ്മൾ എഴുതി കൊടുക്കണ തന്നെയാണ് അല്ലേ. തും കൈസേ ഹോ ഖുഷ് ഹേന എന്നുള്ളത്, അല്ലെങ്കിൽ ടീക്ക് ഹേന ചോദിക്കണേ. ഈ ഒരു സെൻറ്റൻസ് പിന്നെ ആ ചോദ്യത്തിനനുസരിച്ചാണ്. കയ്യിൻ്റെയും കാലിൻ്റെയും വേദന എങ്ങനെയുണ്ട് കേശവനോട് ചോദിക്കുകയാണ്. അത് ആ ചോദ്യത്തിനനുസരിച്ചുള്ള സെൻറ്റൻസ് ആണ്. അല്ലാത്ത ഇതുവരെയുള്ളത് നമ്മൾക്ക് ഏതിലേക്ക് എഴുതി കൊടുക്കുക, ഏത് പത്രനും എഴുതി കൊടുക്കുക. ഇതും ഈ മാർക്ക് ചെയ്തതൊക്കെ. പിന്നെതാ മാം ബാബ സെ ഹമാര പ്രണാം കഹന, അതുപോലെ തന്നെ ജൽദി ഹി മിൽനെ കി പ്രതീക്ഷ കർത്തേ ഹുയേ, അതും നമുക്ക് ഏത് ലെറ്ററിന് എഴുതി കൊടുക്കുക. കാരണം അച്ഛനോടും അമ്മയോടും പ്രണാമം പറയണമെന്നും അതുപോലെ തന്നെ പെട്ടെന്ന് കാണുമെന്ന പ്രതീക്ഷയോടെ ഒരു ഫ്രണ്ടിന് എഴുതാണ്. ഫ്രണ്ടിന് എഴുതുമ്പോൾ ഈ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ഇത് എഴുതി കൊടുക്കുക. അത് എഴുതാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും എഴുതിയാലാണ് നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കുന്നത്. ഈ മാർക്ക് ചെയ്തതൊക്കെ എഴുതിയാൽ 2 മാർക്കാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മാറ്റർ ഉണ്ടല്ലോ, അതിന് 2 മാർക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ലെറ്ററിന് 4 മാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് इनमें पहली दूरबीन भी शामिल है. इस वाक्य से विशेषण शब्द चुनकर लिखिए. പഹലി ദൂർബീൻ, ഇതിലേതാണ് വിശേഷണ ശബ്ദം എന്നാണ് ചോദ്യം. പഹലി അല്ലേ, പഹലി. നമൂനയ്ക്ക് അനുസാർ ലിഖേ. ഉന്മേ, വേ പ്ലസ് മേ ആണ് ഉന്മേ. വേ വരുമ്പോൾ എപ്പോഴും ഉന്നാണ് വരിക. വേ വരുമ്പോൾ എന്താണ് വരിക? ഉൻ എന്നാണ് വരിക. വേ വരുമ്പോൾ ഉൻ എന്ന് വരും. വഹ് വരുമ്പോഴോ ഉസ്, വഹ് ഉസ്. വേ വരുമ്പോ ഉൻ, വഹ് വരുമ്പോ ഉസ്. അപ്പൊ ഏ വരുമ്പോഴോ, ഏ വരുമ്പോ ഇൻ, ഈന്നും ഞാനും, ഇൻ. മനസ്സിലായോ? ഞാ വരുന്നത് ഏ, അതുപോലെ തന്നെ വേ വരുമ്പോഴാണ്. വേ വരുമ്പോ ഉൻ, ഏ വരുമ്പോ ഇൻ, വഹ് വരുമ്പോ ഉസ്, യഹ് വരുമ്പോൾ ഇസ്. അത്രയും പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിലുള്ള ഈ 4 ഏത് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെയൊക്കെ വിഭക്തി പ്രത്യേകം ചേരുമ്പോൾ, കാക്കേക്ക് ചേരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റമാണല്ലോ ഉണ്ടാവുക. ഉന്നിൻ്റെ കൂടെ ഇന്നിൻ്റെ കൂടെയും കാക്കേക്ക് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഗലീലിയോനെ കൈസേ നയേ വിജ്ഞാൻ കി ഗോജ് കി. ഗലീലിയോ പുതിയ വിജ്ഞാനത്തിൻ്റെ അന്വേഷണം. ഗലീലിയോനെ വിജ്ഞാനെ പ്രयोग तथा गणित के सही जगह देकर खुद आधुनिक या नए विज्ञान की खोज की. അടുത്തത് ഉപയുക്ത ദോഹൻ കെ ആധാർ पर सही प्रस्ताव क्या है. അവിടെ ആ ചോദ്യത്തിലാണ് അതുണ്ടാവുക. ചോദ്യം നോക്കുക നിങ്ങൾ. ചോദ്യത്തിലുള്ള ഉത്തരം ഇതാണ്. 1ഉം അതുപോലെ തന്നെ 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സാർത്ഥക ബാത്തോങ്കോ അപ്പനാക്കർ ബേക്കാർ കി ബാത്തോങ്കോ ചോടന എന്നതാണ് ആ ആശയത്തിന്റെ അർത്ഥം വരുന്നത്. സാർക്കോ ഗഹി രഹിയെ ദോത്താദേയി ഉഡായി എന്ന ഈ വരിയുടെ ആശയം, ഈ വരിയുടെ അർത്ഥം എന്താണ്? സാർത്ഥക ബാത്തോങ്കോ, അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കുകയും ചീത്ത കാര്യങ്ങളെ തിരസ്കരിക്കുകയും ചെയ്യുക എന്നാണ് ആ വരിയുടെ ആശയം. ഓക്കെ. കിസ്കോ സേബ് ഫേങ്കതി, ആർക്കാണ് ആപ്പിൾ എറിഞ്ഞു കൊടുത്തത്? റോമ ഹർമൻകോ അല്ലെ, റോമ ഹർമനാണ് ആപ്പിൾ കൊടുത്തത്. സങ്കേതോं की मदद से हरमन की ചരിത്രഗത വിശേഷം. ഈ ഹർമന്റെ ചരിത്രപര ടിപ്പണിയാണ് എഴുതുന്നത്. സ്വഭാവ സവിശേഷത. ലോറി ബി ഫ്രീഡ്മാൻ की कहानी परी लड़की का मुख्य पात्र है हरमन. നമുക്ക് ചരിത്രപര ടിപ്പണി എഴുതാൻ വന്നാൽ ആദ്യം തന്നെ എഴുതേണ്ട സെന്റൻസ് അത് ആരെഴുതിയ ഏത് കഥയിലെ അല്ലെങ്കിൽ ഏത് യാത്രാവൃത്തോ എന്തോ ആവട്ടെ നമുക്ക് പഠിക്കാനുള്ള പാഠത്തിലെ ആ പാഠത്തിന്റെ പേര്, അത് എഴുതിയത് ആരാണ്, അതിലുള്ള കഥാപാത്രമാണ് എന്ന് എഴുതുക. അത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്കാണ്. അത് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക്. ആ ഒരു എന്താ പറയുക, നിങ്ങൾ ചരിത്രപര ടിപ്പണി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കുറയും, അത് എഴുതിയിട്ടില്ലെങ്കിൽ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ നിർബന്ധമായിട്ട് നിങ്ങൾ അത് എഴുതണം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് ആരാണ് എന്നുള്ളത് അറിയാം. ആരെഴുതിയ കഥയിലെ ഏത് കഥാപാത്രമാണ്, ഏതിലുള്ള കഥാപാത്രമാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ലഭിക്കുക. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോറി ബി ഫ്രീഡ്മാൻ്റെ കഹാനിയിലെ പരീലടുക്കി എന്ന പരീലടുക്കി എന്ന കഹാനിയിലെ മുഖ്യ കഥാപാത്രമാണ് ഹർമൻ. ലോറി ബി ഫ്രീഡ്മാൻ എഴുതിയ കഹാനിയായിട്ടുള്ള പരീലടുക്കിയിലെ മുഖ്യ കഥാപാത്രമാണ് ഹർമൻ. ഹർമൻ 11 സാലുക്ക. ഹർമൻ 11 വയസ്സുള്ളൊരു കുട്ടിയാണ്. നിഷ്കളങ്കനായ കുട്ടിയാണ് കേട്ടോ. നിഷ്കളങ്കനാണെങ്കിലും അവൻ എങ്ങനെയുള്ളതാണ്? ഹിമ്മത്ത്, ധൈര്യമുള്ളവനാണ്. നിഷ്കളങ്കനാണെങ്കിലും ബോല എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കൻ. ഇവിടെ ലായാണ് ബോല.
ബോല എന്ന നിഷ്കളങ്കൻ, ബോല ലേക്കിൻ ഹിമ്മത്ത് വാല, നിഷ്കളങ്കനാണെങ്കിലും അവൻ ധൈര്യശാലിയാണ്. അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയാണ് ഹർമൻ. മാംസെ ബിച്ചുടനെ ബി ഹി ബി വഹുദുക്കോ സംഭാലിനേക്ക് കോശിഷ് കർത്താ ഹെ, അമ്മയിൽ നിന്ന് വേർപ്പെട്ടതിനാൽ അവൻ സ്വയം അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയാണ്. കൈദി ശിവിർമേ വഹ് ബൂക്ക്, അതുപോലെ തന്നെ ബൂക്ക് പറഞ്ഞ വിശപ്പ്, ദണ്ട് വിശപ്പും, അതുപോലെ തന്നെ ടെണ്ട് തണുപ്പിട്ട, ടെണ്ട് ഓർ ഡർ തണുപ്പ്, അതുപോലെ തന്നെ പേടി ഒക്കെ അവന് കഠിനായ പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. സഹത്താഹെ അനുഭവിക്കുന്നു. ഉസ്കെ ഭിത്തർ അപ്പനി മാംകെ ലിയ ഗഹര പ്രേമ, അവൻ്റെ ഉള്ളിൽ അമ്മയോട് നല്ല സ്നേഹമാണുള്ളത്. വഹ് അന്തർ സെ ബഹുത്ത് സംവേദനശീൽ और भावुक है, फिर भी वह उम्मीद नहीं छोड़ता और जीने की इच्छा बनाए रखता है. അവൻ ജീവിക്കാനുള്ള ആഗ്രഹം ഒരിക്കലും അവൻ ഉപേക്ഷിക്കുന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും അവൻ സംവേദനശീലനായിട്ടുള്ളൊരു യുവകാണ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുന്നു, ജീവിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം അവൻ ഉപേക്ഷിക്കുന്നില്ല. പരിലടിക്ക് ദയാലുത ഉസ്സേ സഹാര और സാഹസ് ദേത്താ ഹെ, പരിലടിക്കയുടെ സഹായം, ദയാലു, അവനോട് ദയ തോന്നിയത് അവനൊരു ആശ്രയമാകുന്നു. ബെഡാ ഹോക്കർ ബി വഹ് അപ്പനെ അതീത് കോ നഹീം ഭൂൽത്ത, അവൻ മുതിർന്നു വലിയ ആളായിട്ട് പോലും അവൻ തൻ്റെ കഴിഞ്ഞു പോയ കാലം മറക്കുന്നില്ല. കഴിഞ്ഞു പോയ പഴയ കാലങ്ങളൊക്കെ അവൻ എപ്പോഴും ഓർമ്മിക്കുന്നു. ലേക്കിൻ ആകെ ഹി കോശിഷ് കർത്താ ഹെ, പക്ഷെ അവൻ മുന്നേറുകയും ചെയ്യുന്നു, മുന്നോട്ട് അവൻ മുന്നേറുന്നുണ്ട്. जब आगे बढ़ने की कोशिश करते हैं, जब युद्ध समाप्त हुआ तो नए जीवन जीने के लिए वह नए जीवन എന്നാണ്, നയ ജീവൻ ജീനേക്കെ ലിയെ, അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ നല്ലൊരു പുതിയ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ അമേരിക്കയിലേക്ക് പോകുന്നു. വഹാംസിയേക്ക് ഡിന്നർ മേം പുരാനി പരിലടുക്കീസേ മിൽത്ത, അവിടെ വെച്ച് അവനൊരു ഡിന്നറിൻ്റെ സമയത്ത് അവൻ്റെ പഴയ പരിലടുക്കിയെ കണ്ടുമുട്ടുന്നു. ഹർമൻ കാ ചരിത്ര ഹമേം ഹിമ്മത്ത് ധൈര്യ ഓർ ഉമ്മീദ് കി താക്കത്ത് ദിഖാത്താ ഹെ, ഹർമൻ്റെ ചരിത്രം നമുക്ക് ധൈര്യം, അതുപോലെ തന്നെ ഉമ്മീദ് വിശ്വാസത്തിൻ്റെ ശക്തിയുമാണ് നമുക്ക് ഇത് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് റോമയുടെ ചരിത്രപര ടിപ്പണിയാണ്. റോമ ലോറി ബി ഫ്രീഡ്മാൻ की परी लड़की कहानी का एक प्रमुख स्त्री पात्र है रोमा, यानी परी लड़की. റോമ അഥവാ പരി ലടുക്കി. റോമ ഏക്ക് ഹോഷിയാർ, ഒരു ഹോഷിയാർ, സമർത്ഥയും അതുപോലെ തന്നെ മെഹനത്തി, പരിശ്രമശാലിയുമായിട്ടുള്ള നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. വഹ് യുദ്ധ കെ സമയ അപ്പനി പഹ്ചാൻ ചിപ്പാക്കർ ഏക്ക് ഗേത്തുമേ കാം കർത്തി ഹെ, അവൾ യുദ്ധസമയത്ത് അവളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ തിരിച്ചറിവ്, ഐഡൻറ്റിറ്റി ഒളിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, ഒരു വയലിൽ ജോലി ചെയ്യുകയാണ്. വഹ് കൈദി ശിവിർ മേ രഹിനെ വാലെ ഹർമൻ കോ റോസാന സേബ് ഫേങ്ക് ദേത്തി ഹെ, അവൾ കൈദി ശിബിരിൽ കഴിയുന്ന ഹർമന് റോസാന നിത്യവും ഈ ആപ്പിൾ നൽകുന്നു. വഹ് ഹർമൻ കോ ജീനേക്ക് ഉമ്മീദെത്തി ഹെ, അവൾ ഹർമന് ജീവിക്കാനുള്ള വിശ്വാസം നൽകുന്നു. പ്രയാസ് കെ ബീച്ച് മേ പടുക്കർ വഹ് ഏക്ക് നേഴ്സ് ബെഞ്ചാത്തിയെ, അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് ആ പ്രയാസങ്ങൾക്കിടയിൽ അവൾ പഠിച്ചിട്ട് ഒരു നേഴ്സാകുന്നു. സാലോം ബാദ് ജബ് अमेरिका में वह हरमन से मिलन पर उसकी मुस्कान और आंसू बताने हैं कि वह इस रिश्ते के लिए सालों से मानसिक रूप से प्रतीक्षा कर रही है. വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ വെച്ച് ഹർമനെ കണ്ടുമുട്ടുന്ന സമയത്ത് അവളുടെ പുഞ്ചിരിയും അവളുടെ കണ്ണുനീരും നിന്നും ആ ഒരു വിശ്വാസം ഉണ്ടാകുന്നു. അവർ തമ്മിലുള്ള ബന്ധം വർഷങ്ങൾക്ക് മുമ്പേ അവൾ മനസ്സിൽ മാനസിക രൂപസേ അവളുടെ മനസ്സിൽ അവർ മാനസികമായിട്ട് അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നുന്നു. അവളുടെ ആ മുഖഭാവത്തിൽ നിന്നും അവൾ അത് പ്രതീക്ഷിച്ചതായിരുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു. റോമ നാമക്ക് നായിക പാത്രക പ്യാർ ദയാ സാഹസ് മനോഭാവ് होशियारी आदि कहानी को आकर्षक बनाते हैं. പരിലടുക്കി, അതായത് റോമ എന്ന പേരായിട്ടുള്ള നായിക പാത്രത്തിൻ്റെ സ്നേഹം, ദയ, സാഹസം, മനോഭാവം ഇതെല്ലാം കഥയുടെ ആകർഷകത്വം കൂട്ടുന്നു.
ഫുൽ ഓർ കാണ്ടാക്ക ജന്മ. ഇനി നമുക്ക് ഇതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതായത് 35 മാർക്കിന് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നും 5 മാർക്കിന് പുറത്തുനിന്നാണ് ചോദ്യം ഉണ്ടാവുക. ചിലപ്പോൾ പാരഗ്രാഫ് ആയിട്ടായിരിക്കും തരിക. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയും. അല്ലെങ്കിൽ ഒരു കവിതാ ഭാഗം തന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറയും. അങ്ങനെയാണ് തരിക. അങ്ങനെ 5 മാർക്ക്, അതും 35 മാർക്ക് നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ ചോദ്യം ആണ് ഇവിടെ കവിതയായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആസ്വാദന टिप्पणी एदिया നമുക്ക് നോക്കാം. प्रस्तुत पंक्तियां आधुनिक हिंदी के प्रसिद्ध कवि श्री अयोध्या सिंह उपाध्याय अयोध्या की छोटी कविता फूल और कांटा से है. ഈ വരികള് ആധുനിക ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള അയോധ്യ സിംഹ ഉപാധ്യായ അയോധ്യൻ്റെ ചെറിയ കവിതയായിട്ടുള്ള ഫൂൽ ഓർ കാണ്ട എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇത് ഇസ് കവിതാമേ कवि प्रकृति के माध्यम से मनुष्य जीवन का एक महत्वपूर्ण सत्य समझता है. ഈ കവിതയിൽ കവി പ്രകൃതി മുഖേന മനുഷ്യ ജീവിതത്തിലെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു സത്യമാണ് മനസ്സിലാക്കിപ്പിക്കുന്നത്. കവി ബതാത്തെ ഹെ കി ഫൂൽ ഓർ കാണ്ട ഏക് ഹി പൗധേ പർ ജന്മ ഹോത്തെ ഹെ. കവി പറയുകയാണ് പൂവും മുള്ളും ഒരേ ചെടിയിൽ തന്നെയാണ് ജന്മമെടുക്കുന്നത്. और उन्हें एक ही चांदनी एक ही वर्षा और एक ही हवा मिलती है. ഇതിന് ഒരേ ചന്ദ്രൻ തന്നെയാണ്, ചന്ദ്രപ്രകാശമാണ് അതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ മഴയും ഒരുപോലെയാണ് കിട്ടുന്നത്. ഒരേ വായുവാണ് അതിന് കിട്ടുന്നത്. എന്നിട്ടും ആ ചെടിയിൽ എന്തുണ്ട്? മുള്ളും ഉണ്ട്, പൂവും ഉണ്ട് അല്ലേ. ഫിർബി ഉനക്ക സ്വഭാവ് അലഗ് ഹോത്തയെ. എന്നിട്ട് അതിൻ്റെ സ്വഭാവം എന്താണ്? വ്യത്യസ്തമാണ്. ഒന്ന് മുള്ളാണ്, ഒന്ന് പൂവാണ്. ഫൂൽ കോമൾ സുന്ദർ ഓർ സുഖ ദേനെ വാല ഹോത്താഹെ. പൂവ് സുന്ദരവും കോമളവും സുഖം നൽകുന്നതുമാണ്. കാണ്ട കട ഓർ ചുബിനെ വാല. മുള്ളാണെങ്കിലോ കഠോരമായിട്ടുള്ള സ്വഭാവമുള്ള, എല്ലാവരെയും കുത്തുന്ന അല്ലേ, മുള്ള് ക്രൂരമായിട്ടുള്ളൊരു സ്വഭാവമുള്ള ഒരു ചെടിയിലുള്ള മുള്ള്. इसी तरह संसार में लोग एक जैसी परिस्थितियों से रहते हुए भी अपने स्वभाव व्यवहार और गुणों में एक दूसरे से भिन्न होते हैं. അപ്പോൾ കവി എന്താ പറയുന്നത്? ഇപ്രകാരം സമൂഹത്തിലുള്ള ആളുകൾ, എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ് അല്ലേ, എല്ലാ ആളുകൾക്കും ഒരുപോലെയാണ് പ്രകൃതി നൽകുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നത്. മഴയായാലും വെയിലായാലും കാറ്റായാലും എന്തായാലും നമുക്ക് ലഭിക്കുന്നത് ഒരുപോലെയാണ്. പക്ഷേ മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാണ്? വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ സ്വഭാവമല്ല. പലരും പല സ്വഭാവത്തിലുള്ളവരാണ്. നല്ലവരും ചീത്തവരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ജൈസി പരിസ്ഥിതിയോമ്മ രഹ്നെ ഹുയെ ബി അപ്പനെ. ഇങ്ങനെയുള്ള ഒരുപോലെയുള്ള പരിസ്ഥിതിയിൽ ജീവിച്ചിട്ട് പോലും അപ്പനെ സ്വഭാവം, നമ്മുടെ സ്വന്തം സ്വഭാവം, ഗുണവും ഓർ ഏക്ക് ദൂസരേസെ ഭിന്നത്തെ. സ്വഭാവങ്ങളും അതുപോലെ തന്നെ ഗുണങ്ങളൊക്കെ ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ്, വ്യത്യസ്ത സ്വഭാവമാണുള്ളത്. കവി ഏക് ബനാനാ ചാത്തെ ഹെ കി വ്യക്തി ഏക് വാസ്തവിക സ്വഭാവം ഉനക്കെ ഭീതർ സെ ബൻതാ ഹെ ഗഹരി പരിസ്ഥിതിയോമേ സെ നഹി. അപ്പോൾ കവി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഓരോരോ വ്യക്തിക്കും ഉണ്ടാകുന്ന സ്വഭാവം അവരുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ്, അല്ലാതെ പുറത്തെയുള്ള ബാഹരിക പരിസ്ഥിതികളിൽ നിന്നും ഉണ്ടാകുന്നതല്ല. इसलिए मनुष्य को अच्छा बनने के लिए अपने भीतर श्रेष्ठ गुणों का विकास करना चाहिए. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നല്ലതാവണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ നല്ല ശ്രേഷ്ഠ ഗുണങ്ങളുടെ വികാസം ഉണ്ടായിരിക്കണം. കവിതാക്കി ഭാഷ അത്യന്ത സരൾ ഓർ സഹജ് ഹെ. കവിതയുടെ ഭാഷ വളരെയധികം സരളമാണ്, ലളിതമായിട്ടുള്ള ഭാഷയാണ്. ലേക്കിൻ യഹ് ഗഹരെ അർത്ഥവും സേ വരിക. പക്ഷേ ഇത് ആഴമേറിയ അർത്ഥവത്തായ ഒരു കവിതയാണ്. കവിത ബഹുത് സുന്ദർ और प्रभावशाली है. कविता का भाव हमें लाने में कवि सफल हुए हैं. കവിത വളരെയധികം സുന്ദരവും പ്രഭാവം ചെലുത്തുന്നതുമാണ്. ഈ കവിതയുടെ ഭാവം, ഇതിൻ്റെ ആശയം നമ്മളിൽ എത്തിക്കുക എന്ന കാര്യത്തിൽ കവി വിജയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഫൂൽ ഓർ കാണ്ട എന്ന കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതിയത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.